എസ് ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു ഡോർ ഹാൻഡിലാണ്. സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓട്ടോമാറ്റിക് റിട്രാക്റ്റീവ് സീറ്റ്. സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാണ്, റൈറ്റ് സൈഡിലുള്ള ക്യാമറ വേണം. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിപ്പോൾ ഇത് കാലിക്കറ്റ് ഇറം മോട്ടോഴ്സിലാണ്. മഹീന്ദ്രയുടെ XUV700 റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കേൾക്കാം. ഇറ്റ്സ് റോളിംഗ്. XUV700 കൂടി മഹീന്ദ്ര ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പുതിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. കംപ്ലീറ്റ്ലി റീവർക്ക്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഗോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിരിക്കുകയാണ്. സോ നല്ലൊരു അപ്പ് മാർക്കറ്റിംഗ് ഫീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഒരുപാട് വെഹിക്കിൾസും ലൈനപ്പിലുണ്ട്. 20+ വെഹിക്കിൾസ് ആണ് അടുത്തൊരു 4-5 വർഷത്തിനുള്ളിൽ ഇറങ്ങാൻ പോകുന്നത്. അതിൻ്റെ എല്ലാം ഈ ഒരു പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റിയത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വെഹിക്കിളിൽ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇത് 5 വേരിയൻ്റ് ഓഫ് കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. വൈറ്റ്, സിൽവർ, റെഡ്, ബ്ലാക്ക് ആൻഡ് ബ്ലൂ. അതിൽ 3 കളേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്ന വണ്ടി എന്ന് പറയുന്നത് എവറസ്റ്റ് വൈറ്റ് ആണ്. ഇതാണ് ഡാസ്ലിംഗ് സിൽവർ. അതുപോലെ തന്നെ ബ്ലൂ കളറായ ഇലക്ട്രിക് ബ്ലൂ ആണിത്. നമുക്കിതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരാം. ഫ്രണ്ട് പ്രൊഫൈൽ വന്നിരിക്കുകയാണെന്നതിൽ വെർട്ടിക്കൽ സ്ട്രൈപ്സ് ആണ്. 6 വെർട്ടിക്കൽ സ്ട്രൈപ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് തന്നെ മഹീന്ദ്രയുടെ പുതിയ ലോഗോ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോണറ്റ് വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് ബോണറ്റ് ആണ്. നല്ലൊരു ലൈൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ബോണറ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ലാംപ്സ് വന്നിരിക്കുന്നത് LED ടൈപ്പാണ്. LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഡേ ടൈം റണ്ണിങ് ലാമ്പും കാര്യങ്ങളൊക്കെ, അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. ഒരു C കർവ് ഷേപ്പിലാണ് ഒരു DRL കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് ഈ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പ്ലേസ് ചെയ്ത ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷ് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്കിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇതിൻ്റെ റഡാർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു റഡാർ ബേസ്ഡ് ആണ്. സോ അത്രയും നല്ലൊരു ആക്യുറസിയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് റഡാർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ ടയേഴ്സ് പറയാം. ടയേഴ്സ് വന്നിരിക്കുന്ന 2 പ്രൊഫൈലാണ്, 18 ഇഞ്ചും 17 ഇഞ്ചും. രണ്ടും ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. ടോപ്പ് എൻഡിലാണ് ഡയമണ്ട് കട്ട് അലോയ് വീലിൻ്റെ 18 ഇഞ്ച് ടയേഴ്സ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ താഴേക്കുള്ള വേരിയൻസിൽ 17 ഇഞ്ചാണ്. അതുപോലെ തന്നെ ബേസ് വേരിയൻറ്റിൽ സ്റ്റീൽ വീൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 17 ഇഞ്ച്. പിന്നെ വീലാർച്ച് കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രൊജക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഷേപ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ സ്ട്രെയിറ്റ് ലൈൻസ് സെൻറ്റർ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈന് ബാക്കിലത്തെ വീലാർച്ച് ആയിട്ടാണ് കണക്റ്റ് ആവുന്നത്. ബാക്കിലത്തെ വീലാർച്ച് കുറച്ചും കൂടി പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. സോ ഓവറോൾ നല്ലൊരു റിജിഡ് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എ പില്ലറൊക്കെ നല്ല സ്ലാൻഡാണ്. സ്ലാൻഡായിട്ട് പോയിട്ട് അവിടുന്ന് നേരെ ഡി പില്ലറിലേക്ക് ചെറിയൊരു ഡ്രോപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഡോർ ഹാൻഡിൽസ് ആണ്. എസ് ക്ലാസ്സിലൊക്കെ നമ്മൾ കണ്ട പോലത്തെ ഒരു ഡോർ ഹാൻഡിലാണ്. സ്മാർട്ട് ഡോർ ഹാൻഡിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ ഒരു ഫസ്റ്റ് ടൈമാണ് വന്നിരിക്കുന്നത്. സോ സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു പ്രീമിയം പ്രസൻസ് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗത്തിൽ നല്ലൊരു റൂഫ് റെയിലും അതുപോലെ തന്നെ നല്ലൊരു പനോരമിക് സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ എയറോഡൈനാമിക്സ് കാര്യങ്ങളൊക്കെ നല്ലൊരു ബെറ്റർ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ റിയർ പ്രൊഫൈലിലേക്ക് നോക്കാം. റിയറിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ സെൻട്രലായിട്ട് തന്നെ മഹീന്ദ്രയുടെ ലോഗോ കാര്യങ്ങളൊക്കെ, പുതിയ ലോഗോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് തന്നെ XUV-ൻ്റെ വേരിയൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലൈറ്റ് ആണെങ്കിൽ തന്നെ ഒരു ആരോ മാർക്ക് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള കുറച്ച് എലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സ്പോയിലർ കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ലൊരു ഷാർഫിൻ ആൻറ്റിന അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. റിയർ സൈഡിലാണെങ്കിൽ കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആയിട്ട് സെൻട്രലായിട്ട് കുറച്ച് ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്, സ്കിപ്പ് ലൈറ്റ് ആണെങ്കിലും. സോ പിന്നെ ഡി പില്ലറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം.
ബൂട്ട് സ്പേസ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു 7 സീറ്ററാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ലാർജൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടും. 3rd റോയും 2nd റോയും നമുക്ക് ഫോൾഡ് ചെയ്തിടാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടും. XUV 700ൽ നമുക്ക് 5 സീറ്ററും അവൈലബിൾ ആണ്. 5 സീറ്ററും 7 സീറ്ററാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ നമുക്ക് ഓവറോൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാം. ഓട്ടോമാറ്റിക് റിട്രാക്റ്റീവ് സീറ്റ്. ഞാനിപ്പോൾ ഡോറ് തുറന്നപ്പോൾ തന്നെ സീറ്റിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ സീറ്റിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റായി. സീറ്റിൽ ഇരുന്നപ്പോൾ തന്നെ അതിൻ്റെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ട് നല്ലൊരു പ്രീമിയം ഫീച്ചർ തന്നെയാണ്. ആക്ച്വലി മെഴ്സിഡീസിലൊക്കെ ഉള്ളൊരു ഫീച്ചർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കിടക്കുമ്പോൾ ഇൻറ്റീരിയറിലേക്ക് ഫസ്റ്റ് നോക്കുമ്പോൾ നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന പ്ലാസ്റ്റിക്സ് ആയാലും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡാഷ്ബോർഡ് ആണെങ്കിൽ പോലും ഡാഷ്ബോർഡിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കളർ തന്നെയാണ്. BG ആയാലും ബ്ലാക്ക് ആയാലും നല്ലൊരു ഫിനിഷിങ് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഹൈലൈറ്റ് ചെയ്തെന്ന് പറയേണ്ട മെയിൻ ഒരു കാര്യം തന്നെയാണ് ഇവിടുത്തെ വന്നിരിക്കുന്ന സ്ക്രീന്. 10.25 ഇഞ്ചിൻ്റെ ഡ്യുവൽ സ്ക്രീനാണ് വന്നിരിക്കുന്നത്. എഡ്രോണിക്സ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതും അലക്സയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫങ്ഷനാലിറ്റിയാണ് ഇവിടെ വർക്കാവുന്നത്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള സ്ക്രീനും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള മെഴ്സിഡീസിലൊക്കെ തന്നെയാണ്. സോ ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടി കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി വരുന്നത്. ഓൾമോസ്റ്റ് 20+ സെൻറ്റിമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ലെങ്ത് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന തീമായാലും കളേഴ്സ് ആയാലും ഇറ്റ്സ് റിയലി ഗുഡ് ആക്ച്വലി. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ ഒരു ഡ്യുവൽ സ്ക്രീൻ വരുന്നത് ടോപ്പ് എൻഡിൽ മാത്രമാണ്. ബേസ് വേരിയൻറ്റിലേക്കൊക്കെ എത്തുമ്പോൾ ഇത്രയും ലെങ്തി ആയിട്ടുള്ള സ്ക്രീൻ ആയിരിക്കില്ല. രണ്ടും സ്പ്ലിറ്റ് തന്നെ ആയിരിക്കും. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും വേറൊരു സ്ക്രീൻ ആയിരിക്കും, ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും മറ്റൊരു സ്ക്രീൻ ആയിരിക്കും. അങ്ങനെ രണ്ടും ഡിവൈഡ് ചെയ്ത് രണ്ടും സെപ്പറേറ്റ് തന്നെ ആയിരിക്കും വരിക. പിന്നെ അതിൻ്റെ താഴെയായിട്ടാണ് AC വെൻസ് വന്നിട്ടുണ്ട്. AC വെൻസിൻ്റെ താഴെയാണ് ACൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് തന്നെ കുറച്ച് കൺട്രോളിങ്സ് ഉണ്ട്. അതിൽ നമുക്ക് ക്യാമറേൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇപ്പോൾ ലൈവായിട്ട് തന്നെ നമുക്ക് ക്യാമറേൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. പിന്നെ ഈവൻ ഡീസൽ ആണെങ്കിൽ ഡീസലിൽ ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആണ്. ആ ഡീസൽ ഡ്രൈവിംഗ് മോഡ്സ് അവൈലബിൾ ആകുന്ന സ്വിച്ചാണ് ഫസ്റ്റത്തത്. പിന്നെ അതിന് താഴെയായിട്ടാണ് വയർലെസ് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 USB സ്ലോട്ടും കൊടുത്തിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സെൻട്രൽ കൺസോളിലേക്ക് വരാം. സെൻട്രൽ കൺസോളിൽ ഫസ്റ്റ് ഗിയർ നോബ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇവരുടെ 2 ട്രാൻസ്മിഷനിലാണ് വരുന്നത്. ഒന്ന് ഓട്ടോമാറ്റിക്കും ഒന്ന് മാനുവൽ ട്രാൻസ്മിഷനും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. ടോർക്ക് കൺവേർട്ടേഴ്സാണ് വരുന്നത് ഓട്ടോമാറ്റിക്കിൽ. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയൊരു സ്വിച്ചാണ്. അത് ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ചാണ്. നമ്മൾ പാർക്കിംഗ് മോഡിലേക്ക് നോബ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഹാൻഡ് ബ്രേക്ക് ആക്ടിവേറ്റ് ആവും. ഇനി ഡ്രൈവ് മോഡിലേക്ക് ഇട്ട് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഹാൻഡ് ബ്രേക്ക് ഡീആക്ടിവേറ്റ് ആവും. പിന്നെ സെൻറ്ററിൽ വന്നിരിക്കുകയാണ് ഒരു റോട്ടറി സ്വിച്ച് ഉണ്ട്. ആ റോട്ടറി സ്വിച്ച് ആക്ച്വലി ഇൻഫോർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു സ്വിച്ചാണ്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഹാൻഡ് റെസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റ് ഓപ്പൺ ചെയ്താൽ തന്നെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ കീ വെക്കാനുള്ളൊരു സ്റ്റോറേജ് സ്പേസും കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെൻട്രൽ കൺസോളിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലൗ ബോക്സും വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്റ്റോർ ചെയ്യാൻ പറ്റിയൊരു ഗ്ലൗ ബോക്സ് തന്നെയാണ്. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന സ്പീക്കേഴ്സ് എന്ന് പറയുന്നത് സോണിയുടെ സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. ടോട്ടൽ 12 സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത് ഇൻക്ലൂഡിങ് ട്യൂറ്റേഴ്സ്. സോ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പീക്കേഴ്സിൻ്റെ സൗണ്ട് ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ ഡോർ സൈഡ് നോക്കുകയാണെങ്കിൽ ഡോറിൻ്റെ കുറേ കൺട്രോളിങ്സ്, അതായത് പവർ വിൻഡോ കാര്യങ്ങളൊക്കെ കൺട്രോളിങ്സ് കൂടാതെ മെഴ്സിഡീസിലൊക്കെ ഉള്ള പോലെ തന്നെ സീറ്റിൻ്റെ കൺട്രോളിങ് ഈ ഒരു ഡോർ പാനൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ അതും നല്ലൊരു എക്സ്ട്രീമായിട്ടുള്ള എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ സീറ്റിംഗ് നോക്കാം. നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു സീറ്റ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ല തൈ സപ്പോർട്ടും നല്ലൊരു കംഫർട്ടും കിട്ടുന്ന സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും നല്ലൊരു വെന്റിലേറ്റഡ് സീറ്റിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വെന്റിലേറ്റഡ് സീറ്റ്സ് അല്ല.
എന്നാൽ പോലും അതിൻ്റെ ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നല്ലൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. സ്റ്റിച്ചിങ് ആയാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു സൺഗ്ലാസിൻ്റെ ഒരു സ്റ്റോറേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്. സൺറൂഫിൻ്റെ കൺട്രോളേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പനോരമിക് സൺറൂഫാണ് വന്നിരിക്കുന്നത്. ഇനി ഈവൻ നമ്മൾ അലക്സനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൺറൂഫ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ അതിൻ്റെ സ്റ്റിയറിംഗ് വീൽ നോക്കാം. സ്റ്റിയറിംഗ് വീൽ വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈൻ തന്നെയാണ്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്. ലെതർ റാപ്ഡ് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള നോബ്സൊക്കെ ഇതിലുണ്ട്. ക്രൂയിസ് കൺട്രോളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയും ചെയ്യാം. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത് അഡാസ് എന്ന് പറയുന്ന ടെക്നോളജിയാണ്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം എന്ന് പറയുന്നൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗിൽ തന്നെ ഇതിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്കിവിടെ വെഹിക്കിളിൻ്റെ ഇൻഫർമേഷൻ, നാവിഗേഷൻ, ഡ്രൈവർ അസിസ്റ്റൻസ്, ഡിസ്പ്ലേൻ്റെ ഇൻഫർമേഷൻ, സെറ്റിങ്സ് ഓപ്പൺ ആക്കിയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാം. ഡ്രൈവർ അസിസ്റ്റൻസ്, പാസഞ്ചർ എയർ ബാഗ്സ് കാര്യങ്ങളൊക്കെ, ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിങ്, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയാലും ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിംഗ് എന്ന് പറയുന്നൊരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ അത് റൈറ്റ് സൈഡിൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടാൻ റൈറ്റ് സൈഡിലുള്ള ക്യാമറ വേണം. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടാൻ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാമറ വേണം. അപ്പോൾ ഈ ബ്ലൈൻഡ് സ്പോട്ടുള്ള വെഹിക്കിൾസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചറും കൂടിയാണത്. നെക്സ്റ്റ് നമുക്കിതിൻ്റെ റിയർ സീറ്റായ സെക്കൻഡ് റോയിലേക്ക് പോകാം. ഞാനിരിക്കുന്നത് സെക്കൻഡ് റോയിലാണ്. സെക്കൻഡ് റോയിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ നല്ലോണം ഉണ്ട്. കണ്ടില്ലേ ഞാനിപ്പോൾ ഇരിക്കുന്നത്. സീറ്റ് കുറച്ച് ബാക്കിലേക്ക് ഇട്ടാൽ പോലും നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ സത്യം പറഞ്ഞാൽ 3 പേർക്ക് 4 പേർക്കൊക്കെ സുഖമായിട്ട് ഇരുന്ന് പോകുന്നൊരു സ്ഥലമുണ്ട് ആക്ച്വലി സെക്കൻഡ് റോയിൽ. പിന്നെ അതുപോലെ തന്നെ ഈ സെക്കൻഡ് റോയിലുള്ള സീറ്റ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിക്ലൈൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ഫീച്ചറാണ് എർഗോ ലിവർ എന്ന് പറഞ്ഞൊരു ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഫ്രണ്ടിൽ കോ ഡ്രൈവർ സീറ്റ് നമുക്ക് റെയറിലിരുന്നിട്ട് തന്നെ ഫ്രണ്ടിലേക്കും ബാക്കിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൊരു ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചർ തന്നെയാണ്. സെക്കൻഡ് റോയിൽ തന്നെ എ സി വെൻസ് ഉണ്ട്. എ സി വെൻസും അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റൊക്കെ സെക്കൻഡ് റോയിൽ കൊടുത്തിട്ടുണ്ട്. ഇനി തേർഡ് റോയിലേക്ക് കയറാനുള്ള 1 ടച്ച് എൻട്രി ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ആ ലിവർ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോൾഡായി വന്നോളും. അപ്പോൾ ഈ സൈഡിൽ കൂടെ വേണം നമുക്ക് കയറാൻ. തേർഡ് റോയിലേക്ക് വരുമ്പോൾ ലെഗ് സ്പേസ് കുറച്ച് കുറയും. പിന്നെ 7 സീറ്റർ ആകുമ്പോൾ തേർഡ് റോയിലേക്ക് വരുമ്പോൾ കുറച്ച് കംഫോർട്ട് അത്ര കിട്ടില്ല. എനിക്ക് അത്ര കംഫോർട്ടല്ല. പക്ഷേ ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയൊരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ. പിന്നെ അതുപോലെ തന്നെ തേർഡ് റോയിലും എ സി വെൻസിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തേർഡ് റോയിൽ ഇരുന്നാൽ പോലും നല്ലൊരു വ്യൂ ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്കുള്ള നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട്. ഈവൻ സൺറൂഫും കൂടി ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ലൊരു വിസിബിലിറ്റി ഇവിടുന്ന് നമുക്ക് കിട്ടും.
Alexa, open the sunroof. Okay. സൺറൂഫ് ഒക്കെ ഓപ്പൺ ആയി വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അലക്സനോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അലക്സന ചെയ്തോളൂ. അലക്സ, ക്ലോസ് ദ സൺറൂഫ്. Okay. ഇത് ശരിക്കും 2 എഞ്ചിൻ മോഡലാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഡീസൽ എഞ്ചിനും ഒന്ന് പെട്രോൾ എഞ്ചിനും. 2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീസൽ എഞ്ചിൻ വന്നിരിക്കുന്നത് 2.2 ലിറ്റേഴ്സാണ്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന ഡീസൽ എഞ്ചിനാണ്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിനിലാണ് വരുന്നത് ഈ ഡ്രൈവിംഗ് മോഡ്സ് കാര്യങ്ങളൊക്കെ, സിപ്പ്, സാപ്പ്, സൂം എന്നുള്ള ഡ്രൈവിംഗ് മോഡ്സൊക്കെ വരുന്നത്. പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്നത് 200 PS പവറിലും അതിൻ്റെ ടോർക്ക് വന്നിരിക്കുന്നത് 380 Nm ടോർക്കിലാണ്. ഇനി ഡീസലിലേക്ക് നോക്കുകയാണെങ്കിൽ 2 പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 155 PS പവറും ഒന്ന് 185 PS പവറും. 155 PS പവറിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത് 360 Nm ടോർക്കാണ്. ഇനി 185 PS പവറിൽ ജനറേറ്റ് ചെയ്യുന്ന ടോർക്ക് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മാനുവലും ഒന്ന് ഓട്ടോമാറ്റിക്കും. 420 Nm ടോർക്കിലും 450 Nm ടോർക്കിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡീസൽ എഞ്ചിനായാലും പെട്രോൾ എഞ്ചിനായാലും രണ്ടും ടർബോ ചാർജ് തന്നെയാണ് വരുന്നത്. ഇത് രണ്ടും മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടർബോ ചാർജ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് വരുന്നത്. ഈ പെട്രോൾ എഞ്ചിൻ വന്നിരിക്കുന്ന ഈ ഒരു പവറും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനാണ് വന്നിരിക്കുന്നത്. പെട്രോൾ എഞ്ചിൻ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. സസ്പെൻഷനും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്ത് തന്നെയാണ്. ഡീസൽ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ചെറിയൊരു നോയ്സ് ഫീൽ ചെയ്തു, എന്നാൽ പോലും നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡ്രൈവ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല കംഫോർട്ട് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സാണുള്ളത്. നമ്മൾ ലൈൻ കീപ്പിംഗ് അസിസ്റ്റൻസ്, ബ്ലൈൻഡ് വ്യൂ മോണിറ്ററിങ്, 360 ഡിഗ്രിയുടെ ക്യാമറ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, റഡാർ ബേസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജീസ്, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ടൈം ആവേണ്ട നല്ല ട്രാഫിക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അത് കുഴപ്പമില്ല, തിരിച്ച് വരുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻ പറയാം. ഇതിൻ്റെ ഡയമെൻഷൻ വന്നിരിക്കുന്നത് ലെങ്ത് വൈസ് 4695 mm, വിഡ്ത്ത് വൈസ് വന്നിരിക്കുന്നത് 1890 mm, ഹൈറ്റ് വന്നിരിക്കുന്നത് 1755 mm ആണ്. ഫൈനലി നമുക്ക് ഇതിൻ്റെ പ്രൈസ് ലിസ്റ്റ് നോക്കാം. ഞാൻ പറയുന്ന പ്രൈസ് എക്സ്ഷോറൂം പ്രൈസാണ്. സോ ഇതിൻ്റെ പെട്രോളിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 12,49,000 നിന്നും എൻഡ് ചെയ്യുന്നത് 21,29,000 അതുപോലെ തന്നെ ഡീസൽ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 12,99,000 സ്റ്റാർട്ട് ചെയ്തിട്ട് 21,88,000 ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ വേണം വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.